നമസ്തേ. 2025 അശ്വതി നക്ഷത്രക്കാരുടെ വാർഷിക ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായം അനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മറ്റുള്ളവർ എതിർ അഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല. സൗകര്യപ്പെട്ടാൽ എതിർക്കുകയും ചെയ്യും. എതിർക്കുന്ന സ്വഭാവവും തർക്കിക്കുന്ന സ്വഭാവവും ഇവരുടെ കൂടപ്പിറപ്പാണ്. എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പരുഷവുമായ ഭാഷ പ്രയോഗിക്കും. അസഭ്യമായ ഭാഷ പോലും പ്രയോഗിച്ചു കളയും. എതിരാളിയുടെ സ്ഥാനമോ നിലയോ ഒന്നും നോക്കാറില്ല. മുന്നേറ്റവും തൻ്റെ അഭിപ്രായ സ്ഥാപിക്കലുമായിരിക്കും ലക്ഷ്യം. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി വലിയ മതിപ്പായിരിക്കും. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളവരാണ്. തൻ്റെ സഹായം തേടുന്നവരെ സഹായിക്കാൻ തയ്യാറായി തൻ്റെ അസൗകര്യങ്ങളും മറന്ന് പ്രവർത്തിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു ദൗർബല്യമാണ് ഇവർക്ക്. അശ്വതിക്കാരുടെ ഈ ദൗർബല്യത്തെ മറ്റുള്ളവർ നല്ലതുപോലെ മുതലെടുക്കും. ഇവർ വലിയ അഭിമാനികളാണ്. അഭിമാനത്തിന് ക്ഷതമോ കോട്ടമോ വരുന്ന പ്രവൃത്തികളിൽ ഇവർ ഇടപെടില്ല. തൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരോട് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും. മനോവിഷമങ്ങൾ സാധാരണയായി ഉണ്ടാകുമെങ്കിലും അതിനെ പുറത്ത് കാണിക്കാറില്ല. മറ്റുള്ളവരോട് പ്രശ്നപരിഹരണത്തിന് പോകുന്നതിനും താല്പര്യം ഇല്ലാത്തവരാണ് അശ്വതി നക്ഷത്രക്കാർ. കുടുംബ ഭരണത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഭാര്യയെപ്പോലും അറിയിക്കാറില്ല ഈ കൂട്ടർ. കുടുംബത്തോടും കുട്ടികളോടും വലിയ സ്നേഹമാണ് ഇവർക്ക്. കുടുംബത്തിൽ നിന്നും ആനുകൂല്യം കുറവായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ തങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മുറി, കിടക്ക, ഡ്രസ് തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കും. വൃത്തിയാക്കുന്നതിന് ഒരുപാട് സമയവും എടുക്കും. ദാമ്പത്യ ജീവിതം സമ്പൂർണമായി ആനന്ദകരമാക്കാൻ ഇടയില്ല. ജീവിതം തൃപ്തികരമായിരിക്കും. ഇവരുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ആരോഗ്യവും സൗന്ദര്യവും ഒരുമിച്ച് കാണുകയില്ല. ഇനി 2025 അശ്വതി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ ഫലം നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ 12ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതിൻ്റെതായ ഗുണഫലങ്ങൾ പൊതുവിൽ ഈ നക്ഷത്രത്തിന് ഉണ്ടാകും. മാനസികമായ പല സംഘർഷങ്ങളും പല പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിതത്തിൽ ഒന്ന് നിലയുറപ്പിച്ച് വരുന്ന സമയമാണല്ലോ. എത്രയൊക്കെ നല്ല സമയങ്ങൾ പറഞ്ഞാലും ചിലർക്ക് എന്നും ദുരിതമാണെന്ന് പറയും. എന്നാൽ ഇനി ദുരന്തമെന്ന് ആർക്കും പറയേണ്ടി വരില്ല. പൊതുവിൽ സാമ്പത്തിക നിലവാരം ഉയരും. ഗുണമേന്മ വർദ്ധിക്കുകയും ചെയ്യുന്ന വർഷമാണിതെങ്കിലും കുടുംബത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിന് നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതായി വരും. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അധിക വാഗ്വാദങ്ങൾ നടത്താതെ വളരെ മിതമായ സംഭാഷണങ്ങളും കാര്യങ്ങൾ പറഞ്ഞ് വിഷയം കൂടുതൽ വഷളാക്കാതെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും എന്തും തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇത് ദാമ്പത്യ സുഖത്തിന് കാരണമാകും. ബിസിനസ്സുകാർക്ക് വളരെ ഉയർച്ചയുള്ള കാലമാണിത്. കലാപരമായ കഴിവുകളും അതിൽ തൽപരരും ആയിരിക്കും അശ്വതി നക്ഷത്രക്കാർ. തീരുമാനം എടുക്കുന്നതിൽ വളരെ മികച്ചവരാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അശ്വതി നക്ഷത്രത്തിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറയാവുന്നത് തീരുമാനം എടുക്കുന്നതിൻ്റെ തിടുക്കമാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന നിർബന്ധക്കാരാണ്. എടുത്തുചാട്ടം കൂടുതലാണ്. കുറച്ച് വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല ഗുണവർഷമാണ്. കർമ്മ മേഖല നന്നായിരിക്കും. ജോലി സംബന്ധമായ ഉയർച്ചയുണ്ടാകും. വിദേശത്ത് പഠിക്കാൻ പോയവർക്കും ജോലി അന്വേഷിച്ച് പോയവർക്കും താൽക്കാലിക പൗരത്വം കിട്ടാനുള്ള യോഗം കാണുന്നു. ലാഭമൊന്നും നോക്കാതെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കും. ഗൃഹം നിർമ്മിക്കാനോ മോടി കൂട്ടാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇക്കൊല്ലം സാധിക്കും. വർദ്ധിച്ചു വരുന്ന കടത്തെ
ചുരുക്കിക്കൊണ്ട് വരാനും സാധിക്കും. സാമ്പത്തികം മെച്ചപ്പെടാനുള്ള കാര്യങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരും. അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. ലഭിക്കില്ല എന്നോർത്തിരുന്ന ചില ധനം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് കാരണമാകും. മാർച്ച് അവസാനത്തിൽ ശനിയുടെ മീനരാശി പ്രവേശനം സംഭവിക്കുന്നതിനാൽ അശ്വതി നാളുകാർക്ക് 7.5 ശനിക്കാലം തുടങ്ങുകയാണ്. വർഷത്തിന്റെ 2ാം പകുതി മുതൽ കുറച്ചൊക്കെ അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും വരാനിടയുണ്ട്. ആരോഗ്യകാര്യത്തിലും ധനകാര്യത്തിലും ജാഗ്രത ആവശ്യമാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.